എന്താന്ന് അറിയില്ലല്ലോ. അവിടെ പോയിട്ട് എന്തായാലും അയാൾ വീണ്ടും വയലന്റ് ആയോ? അതിനയാളെ കണ്ടില്ലല്ലോ, പിന്നെങ്ങനെ വയലന്റ് ആവാനാ? നീ വാ മഹി, ചോദിക്കട്ടെ, വാ. നീ വാ. നിന്റെ മുഖത്തെന്തോ ഒരു വിഷമുള്ള പോലെ തോന്നുന്നല്ലോ. അയാൾ എന്താണ് എന്നോട് പറയാനിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എടാ, ഈ സമയത്ത് അയാൾ എന്ത് പറഞ്ഞാലും അതൊന്നും കാര്യമാക്കണ്ടെന്നാ ഞാൻ പറയുന്നത്. അയാൾ അയാളുടെ മനസ്സിലുള്ളത് പറയാൻ വന്നപ്പോൾ നിങ്ങൾ അയാളുടെ വാ പൊത്തിയതാ എനിക്ക് മനസ്സിലാവാത്തത്. അതേപ്പറ്റി നിന്നോട് ഞങ്ങൾ പറഞ്ഞല്ലോ. അയാൾ നിന്റെ അച്ഛനെക്കുറിച്ച് വളരെ മോശമായിട്ട് കണ്ണ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അയാളെ തൂക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി ഇടി കൊടുത്തത്. ഇടിച്ചോ അയാളെ? പിന്നെ ഇടി കൊടുക്കാതെ ഞാനും സാഗറും കൂടിയാ കൊടുത്തത്. പിന്നെ നിന്റെ അമ്മാവനുള്ളതുകൊണ്ടാ അയാൾ രക്ഷപ്പെട്ടത് കണ്ണ. അതുപോലുള്ള കാര്യങ്ങളാ അയാളുടെ നാവിന്ന് വരുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടായോ മഹി? ഭാഗ്യത്തിനൊന്നും ഉണ്ടായില്ല. കരുണയുടെ അച്ഛനെ മുറിക്കാത്തിട്ട് പൂട്ടിയിരിക്കായിരുന്നു കരുണയുടെ മുത്തശ്ശി. അയാള് ബഹളമൊന്നും ഉണ്ടാക്കില്ലല്ലോ? ഇല്ല, ഉറങ്ങിയെന്നാ തോന്നുന്നേ. കണ്ണേട്ടൻ അവിടേക്ക് വരണമെന്ന് വാശി പിടിക്കുമായിരുന്നില്ലേ? അത് കരുണയുടെ അച്ഛന്റെ പ്രകടനം കണ്ടിട്ട് തന്നെയാ. കണ്ണേട്ടൻ അയാളെ കണ്ടിട്ടേ മടങ്ങുന്ന ഞാൻ കരുതിയത്. കാണാൻ വേണ്ടിട്ട് തന്നെയാ വന്നത്. പിന്നെ കരുണയുടെ മുത്തശ്ശി അതിനുള്ള അവസരം കൊടുത്തില്ല. ഇതിനി ഇങ്ങനെ വിട്ട പറ്റില്ല മഹി. എത്രയും പെട്ടെന്ന് അയാളെ ചികിത്സിപ്പിക്കണം. അയാളെ പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ അയാള് ഇനിയും കണ്ണേട്ടനെ കാണാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വിളിക്കും. കണ്ണേട്ടൻ ഇങ്ങ് വരുമ്പോ ആകെ സീരിയസ് ആയിരുന്നു. ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെ ആണല്ലോ. ഇനി കണ്ണേട്ടൻ എന്തെങ്കിലും മനസ്സിലാവുന്ന എന്റെ സംശയം. എനിക്കും അങ്ങനൊരു സംശയം ഇല്ലാതില്ല. ഞാൻ ആകെ ഭയത്തിലല്ലേ. ഇനി എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് സോൾവ് ചെയ്യാം. പിന്നെ കണ്ണേട്ടന്റെ അച്ഛന്റെ കാര്യമായതുകൊണ്ടാ. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്നത് അനന്തേട്ടനാ. അതുകൊണ്ടാ ഈ രഹസ്യം പറയണ്ടെന്ന് ഞാനും മഹിയോട് പറഞ്ഞത്. നമ്മൾ ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പോഴത്തെ സ്റ്റേജില് മഹിക്കും കണ്ണേട്ടനും ഒരകലം ഉണ്ടാകുന്നത് നല്ലതല്ല. അല്ലെങ്കിൽ തന്നെ കണ്ണേട്ടൻ ഒരു ദിവസം വിളിക്കാതിരുന്നാ എത്രമാത്രം മഹി വിഷമിക്കുമെന്ന് എനിക്കറിയാം. അതിപ്പോ അനന്തേട്ടൻ പിണങ്ങി മാറി നിന്ന ലേഖയ്ക്ക് അങ്ങനെ തന്നെയല്ലേ? എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇന്ന് വരെ 1 മണിക്കൂർ പോലും പിണങ്ങി നിന്നിട്ടില്ല. ഞങ്ങളുടെ കാര്യം അങ്ങനെ തന്നെ. അതാ എന്നെ അലട്ടുന്നത്. എന്തൊക്കെയോ നമ്മളൊക്കെ ഒളിക്കുന്നുണ്ടെന്ന് കണ്ണേട്ടന് ചെറുതായിട്ട് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നേ. കണ്ണേട്ടൻ ബുദ്ധിയില്ലാത്ത ഒരാളൊന്നും അല്ലല്ലോ. നമ്മളെക്കാൾ ചിന്തിക്കാൻ കഴിവുള്ള ഒരാളാ. അതുകൊണ്ട് സംശയം ഉള്ളിൽ കടന്നുകൂടി എന്നുള്ള കാര്യം ഉറപ്പാ. ഇനി ആ സംശയം ബലപ്പെടുത്താൻ കാരണങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അയാളെ എത്രയും വേഗം ചികിത്സിപ്പിക്കണമെന്ന്. ഇന്നത്തെ അയാളുടെ വരവ് കണ്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ നെഞ്ചങ്ങ് നിന്നുപോയി.
എന്താണെന്ന് അറിയില്ലല്ലോ. ആദ്യമാണെങ്കിൽ തലമണ്ട കയറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തേണ്ടി വരും. പേടിച്ചൊന്നും സംഭവിച്ചില്ല അമ്മാവ. ലക്ഷ്മിയും കൂട്ടി കണ്ണേട്ടൻ എന്റെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് അനന്തുവിന്റെ വീട്ടിലേക്ക്. അവിടെ അപകടമൊന്നും നടന്നില്ലല്ലോ മോളെ. ഇല്ല, മുത്തശ്ശിയെ ഞാനിപ്പോ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. കണ്ണൻ ഇവിടുന്ന് മഹാലക്ഷ്മിക്കൊപ്പം പോയത് പ്രതാപനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാ. അവൻ ഉറപ്പായിട്ടും വള്ളി പുള്ളി തെറ്റാതെ കണ്ണനോട് പറയുമെന്ന് ഉറപ്പാ മോളെ. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. അയാൾ ഇവിടുന്ന് ചെന്നപ്പോ അച്ഛന്റെ മുറിയിലിട്ട് പൂട്ടി. പിന്നെ അവിടെ ഉള്ളവർക്കൊക്കെ കാര്യങ്ങൾ അറിയാലോ, അമ്മയ്ക്കും ലക്ഷ്മിക്കും ഒക്കെ. ഇതിന്റെ ഒക്കെ പിന്നില് അമ്മാവനാണെന്ന് മാത്രമേ ആർക്കും അറിയാത്തതുള്ളൂ. അതാ എന്റെ പേടി. അവൻ എന്റെ പേരെങ്ങാനും വിളിച്ചു പറഞ്ഞ പിന്നെ എനിക്ക് ഈ വീട്ടിൽ കാലെടുത്ത് കുത്താൻ പറ്റത്തില്ല മോളെ. ഉണ്ണിയും ദുർഗയും പോലും പിന്നെ ഈ വീട്ടിൽ കയറ്റത്തില്ല. അതേപ്പറ്റി എന്റെ അമ്മയ്ക്കും ലക്ഷ്മിക്കും പോലും ഒന്നും അറിയത്തില്ല. ഇനി ഇത് നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല മോളെ. അതുകൊണ്ട് അച്ഛന്റെ കൈയും കാലും കെട്ടി ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞത്. എത്ര നിസ്സാരമായിട്ടാ അമ്മാവൻ ഇതൊക്കെ പറയുന്നത്. എന്റെ അച്ഛനെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചിട്ട് അച്ഛനെ ഇപ്പൊ ഈ പരുവത്തിലാക്കിയത് അമ്മാവൻ ഒറ്റൊരുത്തനാ. അതിനവൻ ഇഷ്ടം പോലെ പണം വാങ്ങിച്ചെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അവൻ ആ കൊട്ടേഷൻ ഏറ്റെടുത്തത്. ഉണ്ണിയും ദുർഗയും വരുന്നുണ്ട്. അമ്മാവ, ഇന്നിവിടെ നടന്നൊക്കെ കണ്ടില്ലേ? എന്താ ഇതിനൊരു പരിഹാരം? അതിനിടയ്ക്കാ മോളുടെ അച്ഛന് ബാധ കയറിയിരിക്കുന്നെ. ഇവളുടെ അച്ഛനാണോ എന്റെ അച്ഛനെ ലോറി ഇടിച്ച് കൊന്നതെന്ന് ഞാൻ പലതവണ ഇവളോട് ചോദിച്ചു. ആ സംശയം എനിക്കിപ്പോ കൂടി വരുവാ. നീ എന്താ ഉണ്ണി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അല്ലെങ്കിൽ പിന്നെ ഇവളുടെ അച്ഛന്റെ ദേഹത്ത് തന്നെ എന്റെ അച്ഛൻ കയറിയിരിക്കുന്ന എന്തിനാ? മോനെ ഉണ്ണി, ദുർമരണം നടന്ന മുറികളിൽ നമ്മൾ താമസിച്ച ആ മുറിയിൽ കെട്ടിത്തൂങ്ങിച്ചത്ത ആൾക്കാര് നമ്മളെ ശല്യം ചെയ്യാറില്ലേ? അങ്ങനെ പല കഥകളും നമ്മൾ കേട്ടിട്ടില്ലേ? അവർക്കൊക്കെ നമ്മളുമായിട്ട് വല്ല ബന്ധം ഉണ്ടായിട്ടാണോ നമ്മളെ അവര് ഭയപ്പെടുത്തുന്നത്? അത് ശരിയാടാ മോനെ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. മേഘേട്ട ഉണ്ടായിരുന്നെങ്കിലേ ഈ 7-ാം മാസത്തിലെ ചടങ്ങ് നല്ല രീതിയിൽ അവസാനിക്കില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങള് മേഘേണ്ണായിട്ട് തന്നെ ഉണ്ടാക്കിയാണ്. ഇവിടെ അമ്മാവനെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല. എടാ മോനെ, എന്നെ കൊണ്ട് കഴിയാഞ്ഞിട്ടൊന്നും അല്ല. തൽക്കാലം നമ്മൾ ആ വഴിയെ പോകാതിരിക്കുന്നതാണ് നല്ലത്. അത് ശരിയാ അമ്മാവൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഓരോരോ സംഭവങ്ങൾ കണ്ടും കേട്ടും സഹികെട്ടും നടക്കുക. അതിന്റെ കൂടി ഇനി മറ്റു തലവേദനയും കൂടി പിടിച്ചു വെക്കണ്ട. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് നീ. അങ്ങനെയുള്ള നീ നിന്റെ ചേച്ചിയുടെ 7-ാം മാസത്തെ ചടങ്ങ് നടക്കുമ്പോ ഞങ്ങളെക്കാൾ കൂടുതൽ അത് മുടങ്ങിപ്പോവാൻ ആഗ്രഹിക്കേണ്ടവളാ. അങ്ങനെയുള്ള നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് കാരണമുണ്ടടാ ഉണ്ണി മോനെ. മോളുടെ അച്ഛന് സമനില തെറ്റി കിടക്കുക. ആ സമയത്തും മറ്റൊന്നും ഒക്കെ ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലേ മോളെ? അതാ സത്യം. ഇതിനിടയിൽ ഞാനും അമ്മയ്ക്ക് അറിയാത്തതായി എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിന്റെ അച്ഛനുമായിട്ട് നേർക്കുനേരം നിന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്നാ ചെല്ല്, അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. എന്നിട്ട് നേർക്ക് നേരം നിന്ന് സംസാരിക്കേ. എടാ മോള് പറഞ്ഞത് ശരിയാടാ. ചെല്ല്, എന്നിട്ട് അവന്റെ കയ്യിരിക്കുന്ന വാങ്ങിച്ചോണ്ട് പോരാൻ നോക്ക്. എടാ, അവൻ വാ തുറന്നാല് വിശ്വനാഥനെ പറ്റി പുളിച്ച വർത്തമാനാ പറയുന്നത്. വിശ്വനാഥന്റെ അവിഹിത ബന്ധത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞേ? വിശ്വേട്ടന്റെ അവിഹിത ബന്ധത്തെ പറ്റി പറഞ്ഞോ? അങ്ങനെയൊക്കെ പറഞ്ഞു. കൃഷ്ണനോ തുളസിന്നൊക്കെ പറയുന്നത് കേട്ടു. ഒരിക്കലും വിശ്വേട്ടൻ അങ്ങനെ വഴിവിട്ട ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അമ്മ അങ്ങനെയൊന്നും പറയണ്ട. അച്ഛനിടയ്ക്കൊക്കെ ആ രീതിയിൽ പറയുന്നത് ഞാനും കേട്ടതാ. നിന്റെ അച്ഛൻ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. പക്ഷേ
ഒരിക്കലും എന്റെ അച്ഛൻ തെറ്റായ വഴി സഞ്ചരിക്കില്ല. എല്ലാ അച്ഛന്മാരെ കുറിച്ചും മക്കള് അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത്. എന്താ അച്ഛന്മാര് മനുഷ്യരല്ലേ? ആ വിശ്വനാഥന്റെ ചുറ്റിക്കളിയെ പറ്റിയൊക്കെ കുറച്ചൊക്കെ എനിക്കും അറിയാം. അപ്പോ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ എന്നെ വിശ്വനും തമ്മിൽ ഒന്നിപ്പിച്ചത്? അത് പിന്നെ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാ ദുർഗ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. ഇനിയിപ്പോ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആളും പോയി മരിച്ചു. ഇനിയിപ്പോ അവന് കൃഷ്ണയായിട്ടോ തുളസിയായിട്ടോ ആരുമായിട്ടും ബന്ധം ഉണ്ടായാലും നിനക്കെന്താ? പിന്നെ പ്രതാപൻ ഇത് വിളിച്ചു പോയിക്കൊണ്ട് നടക്കുന്നത് നമ്മുടെ കുടുംബത്തിന് മോശം പേരാ. അതെത്രയും പെട്ടെന്ന് ഒഴിവാക്കിയേ പറ്റൂ. ആ എടാ, ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തായാലും നിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടന്നല്ലോ. ഇതിൻ്റെ ഇടയിൽ അയാൾ കയറി വന്നത് മാത്രമാണ് ചെറിയൊരു തലവനുണ്ടാക്കിയത്. എൻ്റെ അച്ഛനാണ് അയാളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളൊക്കെ സംശയിക്കുന്ന പോലെ അയാളായിരിക്കോ ഞാനും അച്ഛനും കൂടെ സഞ്ചരിച്ച ബൈക്കിൽ കൊണ്ടുവന്ന് ലോറി ഇടിച്ചത്? ഏയ്, അതിനുള്ള സാധ്യത ഒന്നുമില്ലടാ. അതെ അതെ, ചിലപ്പോ അയാളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അതൊക്കെ സമ്മതിച്ചു തരും. അയാളാണ് അങ്ങനെ ചെയ്തെന്നും പറയും. കൃത്യമായിട്ട് അയാളുടെ ശരീരത്തിൽ തന്നെ അച്ഛൻ പ്രവേശിച്ചതുകൊണ്ട് ഞാനങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലടാ. അതേപ്പറ്റി എന്തിനാ ഇനി കൂടുതൽ ചിന്തിക്കുന്നത്? അതേപ്പറ്റി എനിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് നിനക്കറിയാലോ. എൻ്റെ ജീവിതത്തിൽ 2 ടേണിംഗ് പോയിന്റാണ് ഉണ്ടായിട്ടുള്ളത്. അതിലൊന്ന് എൻ്റെ അച്ഛൻ്റെ മരണോ. ആ ടേണിംഗ് പോയിന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖവും ദുരന്തമായിരുന്നു. രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ് ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാ. അവിടെ പക്ഷേ ആ ദുരന്തത്തിൽ നിന്നൊരു മോചനം സംഭവിച്ചത്. ആണല്ലോ. അങ്ങനെയെങ്കിൽ പിന്നെ ഇനി പഴയ കാല കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതേ. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെ ആത്മാക്കൾ തന്നെയാണ് നിനക്ക് മഹിയെ തന്നത്. നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമാടാ. മഹിയുടെ രണ്ടാനച്ഛന്റെ സ്വഭാവമൊന്നും മനസ്സിലിട്ടേക്കണ്ട കണ്ണേട്ടാ. അതൊക്കെ കളയാൻ നോക്ക്. അപ്പോഴേ മഹി, ശരീരമൊക്കെ നന്നായിട്ട് സൂക്ഷിച്ചോണം. 7 മാസമായി. ഇനി ഏത് നിമിഷവും പെയിനൊക്കെ ഉണ്ടാവും. അതിനൊക്കെയല്ലേ ഞങ്ങൾ അടുത്തുള്ളത്. മഹിക്ക് ചെറിയൊരു പെയിൻ വന്നാലുടനെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചോളാം. ആ, ഇനിയിപ്പോ എല്ലാവരും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇയാൾക്ക് അവിടെ വന്ന് നിൽക്കാവുന്നേ ഉള്ളൂ. അത് വിഷമാണ്. എന്നാലും 1-2 ദിവസം നിൽക്കുന്നതിൽ തെറ്റില്ല. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 1-2 അല്ല, സ്ഥിരമായിട്ട് ഇയാൾ അവിടെ ആയിരിക്കും. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. തീരുമാനിക്കാന്നോ? ആ, നേരത്തെ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കാന്ന്, മുകളിലും താഴെയായിട്ട്. അങ്ങനാണെങ്കിൽ അവിടെ ഒരുപാട് മുറികളുണ്ടല്ലോ എന്റെ തറവാട്ടില്. അവിടേക്ക് പോരി നിങ്ങൾ രണ്ടാളും. അതൊക്കെ ചിലപ്പോ ഞങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചെന്ന് വരും. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. എടോ, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ, ഭാഗ്യം
ഒന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ലെങ്കിലും അവന്റെ സംസാരത്തിലൊക്കെ നല്ല ചേഞ്ച് ഉണ്ട്. എന്തോ അവൻ അറിയാൻ ജിജ്ഞാസയുള്ളതുപോലെ. മഹിയുടെ രണ്ടാനച്ഛനാണോ അന്നത്തെ ആക്സിഡന്റ് നടത്തിയതെന്ന് അവൻ ചോദിച്ചു കേട്ടില്ലേ? ആ, അത് ഇതിനു മുമ്പ് 1-2 തവണ ചോദിച്ചതാ. കൃത്യമായിട്ട് കണ്ണേട്ടന്റെ അച്ഛൻ അയാളുടെ ശരീരത്തിലല്ലേ കയറിയത്. അതുകൊണ്ടാ അങ്ങനെ സംശയിക്കുന്നത്. പക്ഷേ മഹിയുടെ എത്ര കള്ളം പറയാത്ത നാവാണെങ്കിലും ഇക്കാര്യത്തിൽ ഉറച്ചങ്ങ് നിന്നേക്കണം. കണ്ണേട്ടനോട് അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോ ഒരു പതർച്ചയും പാടില്ല. മൊബൈല്. അയ്യോ സുമേഷ് ചേട്ടാ, എന്റെ മൊബൈൽ എടുക്കാൻ മറന്നുപോയി. നമുക്കൊന്ന് തിരിച്ചു പോവാം. ശരി സാർ. തിരിച്ചു വന്നെന്ന് അറിയത്തില്ലല്ലോ. എന്തുറ്റിയടാ? ഞാനെന്റെ മൊബൈൽ മറന്നു വെച്ചടാ. കാറിനകത്തൊന്നുമില്ല. ഇനിയിപ്പോ അകത്തുണ്ടോ നോക്കാം. നീ വാ നോക്കാം. നീ ഇവിടെ അല്ലേ ഇരുന്നേ? ആ, ഇവിടെയാ. കിട്ടി. ഏഴാം മാസം കഴിഞ്ഞല്ലേ, ഒന്നുകൂടെ കാണണമെന്ന് ഇയാൾ ആഗ്രഹിച്ചു കാണും. അതുകൊണ്ടായിരിക്കും തിരികെ വന്നത്. കണ്ണേട്ടൻ പോയ ശേഷം കണ്ണേട്ടനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നേ. എന്താ ഇത്ര കൂടുതൽ സംസാരിക്കാൻ? അങ്ങനെയൊന്നുമില്ലടാ. നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ കരട് വീണിട്ടുണ്ടെന്ന് മഹി പറഞ്ഞു. ആ പ്രതാപന്റെ ഇപ്പോഴത്തെ സ്വഭാവം കാരണേ. ഏയ്, എത്രയും പെട്ടെന്ന് അയാൾക്ക് നല്ല ചികിത്സ കൊടുക്കാൻ നോക്ക്. അത് തന്നെ ഞങ്ങളും പറഞ്ഞേ. അയാളുടെ ഇപ്പോഴത്തെ സ്വഭാവത്തിനെ അയാളുടെ വായും കൈയും കെട്ടിയല്ലാതെ എവിടേക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അല്ല, കണ്ണേട്ടൻ തിരിച്ചു വന്നതല്ലേ? 7 മാസമായിട്ട് മഹിയും കൊണ്ട് പുറത്തു പോകണമെന്നുണ്ടോ? ഇന്ന് ഇയാൾക്ക് നല്ല ക്ഷീണം കാണും. ഇനി യാത്ര ചെയ്യണ്ട. എടാ, നീ വിളിക്കുകയാണെങ്കിൽ മഹാലക്ഷ്മിക്ക് അത്ര വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെടില്ല. അല്ല, ഇന്നെന്തായാലും വേണ്ട. നാളെ ഫിനാൻസിയേഴ്സിലേക്ക് വരുമല്ലോ. എടാ, എത്രയും പെട്ടെന്ന് ആ മാർക്കോയെ നിന്റെ കമ്പനിയിൽ നിയമിക്കുന്നത് നല്ലത്. മാർക്കോയെ പോലെ ഒരാളുടെ സപ്പോർട്ട് ഇപ്പൊ നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ട സമയം. അനന്തമായിട്ടും തന്നെ മാർക്കോയോട് സംസാരിക്കും. ഞങ്ങൾ പറഞ്ഞു മടുത്തു. എന്നാ ഞാൻ പോയിട്ടരാം. ശരി കണ്ണേട്ടാ. അങ്ങനെ ഫോണൊന്നും മറന്നു വെക്കാറില്ലല്ലോ. അവന്റെ മനസ്സിൽ പല പല ചിന്തകൾ കടന്നു പോകുന്നുണ്ടെന്ന് എന്റെ വിശ്വാസം. എല്ലാത്തിനും കാരണം മഹിയുടെ രണ്ടാനച്ഛനാ. ഒരിക്കൽ അവന്റെ പ്രിയപ്പെട്ട അച്ഛനെ അയാളാണ് കൊണ്ടുപോയത്. ഇപ്പോ അതേ അച്ഛന്റെ പേരും പറഞ്ഞ് അയാൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണെങ്കിൽ നടന്നതൊക്കെ കണ്ണന്റെ അമ്മാവനോട് പറയേണ്ടി വന്നു. അയാളൊക്കെ അത് വെച്ച് മുതലാക്കുന്ന കൂട്ടത്തിലാ. ഇനി അയാളെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് പറയൂന്ന് പറയാനും പറ്റില്ല.
അത്തരം ബ്ലാക്ക് മെയിലിങ്ങിന് നമ്മൾ സമ്മതിച്ചു കൊടുത്തില്ലല്ലോ. പൊറുതി മുട്ടിയാലേ കണ്ണൻ ഒരു ദിവസം മാറ്റി നിർത്തിയിട്ട് ഞാൻ സത്യം അങ്ങ് പറയും. എന്തും വരട്ടെ.